പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് കേരളം ടൂറിസ്റ്റുകളുടെ പറുദീസയാക്കി എന്നാണ്. ടൂറിസ്റ്റുകളുടെ പറുദീസയാക്കി കേരളത്തെ മാറ്റി. കേരളത്തിലേക്ക് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നു. അപ്പോൾ ആ കേരളം ടൂറിസ്റ്റുകളുടെ പറുദീസയാക്കി മാറ്റിയത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ തങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് പറയുമ്പോഴും അതിലേറ്റവും പ്രധാനമായി പിണറായി വിജയൻ കാണുന്നത് തൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ ടൂറിസം മേഖല ഒരു പറുദീസയാക്കി എന്നുള്ളതാണ്. കാരണം 2021 മുതൽ രണ്ടാം പിണറായി സർക്കാരിൽ ടൂറിസം മന്ത്രിയായിരിക്കുന്നത് പിണറായി വിജയൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസാണ്. അപ്പോൾ മുഹമ്മദ് റിയാസിൻ എന്ന തൻ്റെ മരുമകൻ്റെ പ്രവർത്തനം കൊണ്ട് കേരളം ടൂറിസ്റ്റുകളുടെ ഒരു പറുദീസയാക്കി മാറ്റി എന്നാണ് ഭംഗ്യന്തരേണ പരോക്ഷമായി പിണറായി വിജയൻ സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ മുഹമ്മദ് റിയാസ് കേരളത്തിനെ ടൂറിസ്റ്റുകളുടെ പറുദീസയാക്കി മാറ്റിയത് എന്നത് എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ആക്കുളം ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആക്കുളം ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഇനി എൻ്റെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ആ ഭാഗം കണ്ടു കഴിയുമ്പോൾ ഈ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കേരളം ടൂറിസ്റ്റുകളുടെ പറുദീസയാക്കി മാറ്റാൻ വേണ്ടി നടന്ന ആ പ്രവർത്തനം എന്തായിരുന്നുവെന്ന് ഇനി എൻ്റെ പ്രേക്ഷകർക്ക് അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവും. ഇത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് ഈ ആക്കുളം ടൂറിസം കേന്ദ്രം. ഈ ആക്കുളം ടൂറിസ്റ്റ് കേന്ദ്രത്തിനോടൊപ്പം തന്നെ ആക്കുളത്ത് വലിയൊരു കായലുണ്ട്. ആ കായലും ായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ടൂറിസം കേന്ദ്രം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശതകോടികൾ, എനിക്ക് തോന്നുന്നു 100 കോടി രൂപയിൽ കൂടുതലായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ആ ടൂറിസം കേന്ദ്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നത് പരിശോധിക്കുമ്പോൾ ഈ പിണറായി വിജയൻ്റെ മരുമകനും കൂടി ചേർന്ന് കേരളത്തിലെ ടൂറിസത്തിൻ്റെ പറുദീസയാക്കാൻ എന്താണ് ചെയ്തതെന്നുള്ളത് സംബന്ധിച്ച് ഒരു ഏകദേശ രൂപം എൻ്റെ പ്രേക്ഷകർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇനി നമുക്ക് ഈ ടൂറിസം കേന്ദ്രം ഒന്ന് കാണാം. സുഹൃത്തുക്കളെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 80കളുടെ രണ്ടാം പകുതിയിൽ അന്ന് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ ആക്കുളം ടൂറിസം കേന്ദ്രം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പരിപാടി ആസൂത്രണം ചെയ്തത്. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ അന്ന് കെട്ടിയതാണ്. അപ്പോൾ അന്നത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു 10-200 ഏക്കർ വരുന്ന ഒരു ആക്കുളം കായലുണ്ട്. അപ്പോൾ ആക്കുളം കായലിനോട് ചേർന്ന് ഒരു കെട്ടിടം കെട്ടി ഇവിടെ ബോട്ട് സർവീസൊക്കെ നടത്തി അതിൻ്റെയൊക്കെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാക്കി ഈ ആക്കുളം ഈ ടൂറിസം കേന്ദ്രത്തിനെ മാറ്റുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിൻ്റെ മുന്നിൽ പ്രകൃതി മനോഹരമായിട്ടുള്ള ആക്കുളം കായലുണ്ടായിരുന്നു. അപ്പം ആക്കുളം കായലിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പ്രേക്ഷകരെ അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നമ്മളിപ്പം കാണുന്നത് അതുമായി ബന്ധപ്പെട്ട അന്ന് ബേക്കർ മോഡലിലൊരു കെട്ടിടം 80കളുടെ രണ്ടാം പകുതിയിൽ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. അതിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ അതെങ്ങനെയാണ് അത് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ ടൂറിസം കേന്ദ്രത്തിൻ്റെ മുന്നിലേക്ക് സാവധാനം നമുക്ക് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് വരെ ഒരു ഹോട്ടൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഈ ബോട്ട് സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കെട്ടിടം ഇവിടെ പണിതത്. അപ്പോൾ അതിനോടൊപ്പം ഒരു ഹോട്ടൽ ഇവിടെ ഒരു 3-4 മാസം. ഇപ്പം ഈ ബോട്ടൊക്കെ നിങ്ങൾ ഓർത്തോണം. ഈ കിടക്കുന്ന ബോട്ട് എനിക്ക് തോന്നുന്നൊരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആക്കുളം കായലിൽ ഇവിടുന്ന് വന്നിട്ട് വേളി വരെ ഇതുപോലുള്ള ബോട്ടുകളിൽ ഞാനും കുടുംബമൊക്കെ വന്ന് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ബോട്ടാണ് ഇവിടെ കിടക്കുന്ന നമ്മുടെ ടൂറിസം മേഖല എത്ര വലിയൊരു പറുദീസയായി എന്നുള്ളത് ഇത് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഇനി നമ്മൾ കയറാൻ പോകുന്നതാണ് ഈ പറുദീസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമായിരുന്ന ഒരു ഹോട്ടൽ. ഈ ഹോട്ടലിലൊക്കെ വന്നിട്ട് ഞാനും ചായയൊക്കെ കുടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഇന്നത്തെ ഒരവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ 10 വർഷക്കാലമായി
പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കാൻ കഴിയുമായിരുന്ന ഒരു ഹോട്ടലിൻ്റെ അവസ്ഥയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ആ ഹോട്ടലിൻ്റെ അപ്പുറത്ത് ഒരു ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ആ സ്റ്റോളിൽ ഈ പിന്നെ ടൂറിസം കേന്ദ്രത്തിൽ വരുന്നവർക്ക് പിന്നെ വന്നിട്ട് ചെറു കടികൾ, ചായ ഇതൊക്കെ മേടിക്കാൻ കഴിയുന്ന ഒരു ടീ സ്റ്റോളായിരുന്നു അത്. ആ ടീ സ്റ്റോളിൻ്റെ ഇന്നത്തെ അവസ്ഥ, അതായത് നമ്മുടെ ഈ പറദീസ, ആ പറദീസയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നമുക്കിപ്പം ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ല എലിയൊക്കെ വന്ന് വല്ല കടിച്ച് ചിലപ്പം വല്ല മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനടിയിലൊക്കെ വല്ല പാമ്പോ ഒക്കെ വല്ല ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറദീസയിൽ നിന്ന് പയ്യെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ടീ സ്റ്റോളിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ. കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം വല്ല എലിയോ അല്ലെങ്കിൽ വല്ല പാമ്പോ അതിൻ്റെയൊക്കെ ആക്രമണം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് കൂടുതൽ നേരം നിൽക്കാതെ ഞാനിപ്പോൾ ഈ ടീ സ്റ്റോളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ പറദീസയുടെ ഒരു ഭാഗത്തു നിന്ന് ഇറങ്ങുകയാണ്. സാമാന്യം നല്ലൊരു ഹോട്ടൽ ഏതാണ്ട് 5-6 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ടൂറിസം കേന്ദ്രം ഇവിടെ വികസിപ്പിക്കാൻ തന്നെ കാരണം പ്രകൃതി രമണീയമായ തിരുവനന്തപുരം നഗരത്തിലുള്ള ഏതാണ്ട് 1,200 ഏക്കറോളം വിസ്തൃതിയുള്ള പ്രകൃതി മനോഹരമായ ഹരിതാഭമായ ഒരു ആക്കുളം കായലിൻ്റെ കരയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരു 100 കോടിയോളം ഇവിടെ ഈ കായലിലും ഇവിടെയൊക്കെ ആയിട്ട് പിണറായി സർക്കാർ ചെലവഴിച്ചത്. ഇനി നമുക്ക് ഈ കായലിൻ്റെ ഇന്നത്തെ അവസ്ഥ, അതായത് 10 വർഷം കഴിഞ്ഞ് ടൂറിസം മേഖലയെ പറദീസയാക്കി അത് വലിയൊരു തെരഞ്ഞെടുപ്പ് നേട്ടമായി ഉന്നയിച്ച് അത് പിന്നെ വലിയ ഹോർഡിങ്ങുകളൊക്കെ വെച്ച് ആഘോഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കായലിലേക്ക് വിശദീകരിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ ഇടതുവശത്തൊരു ബോട്ട് കിടപ്പുണ്ട്. ആ ബോട്ടിലാണ് ഞാനൊക്കെ പണ്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതുപോലുള്ള ബോട്ടുകളിലാണ് ഈ കായലിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ യുവ മിഥുനങ്ങൾക്ക് ഇവിടെ വന്ന് പിന്നെ സ്വകാര്യമായി അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളുമൊക്കെ പങ്കുവെക്കാനുള്ള ഒരു പ്രദേശമായി ഇത് മാറിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ രാവിലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വന്ന അവസരത്തിൽ തന്നെ പല യുവമിഥുനങ്ങളും ഞങ്ങളെ കണ്ടുകൊണ്ട് ഇവിടുന്ന് ഈ ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പായുന്നത് ഞങ്ങൾ കണ്ടു. അവരോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. എന്തായാലും നമ്മളിനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആക്കുളം കായലിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അതായത് പിണറായി വിജയനും മരുമകനും കൂടി 10 വർഷം ഇവിടെ ഭരിച്ച ഈ സമയം കൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാമായിരുന്ന ആക്കുളം കായൽ പറഞ്ഞാൽ നഗരഹൃദയത്തിൽ ഏതാണ്ട് 1,200ഓളം ഏക്കറോ ഉണ്ടായിരുന്ന ഒരു വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു കായൽ. ആ കായലിൻ്റെ തീരത്താണ് ഈ ടൂറിസം കേന്ദ്രം ഇവിടെ 80കളുടെ അവസാനം വന്ന ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഉണ്ടായത്. ആ കായലിൻ്റെ പിണറായി വിജയൻ 10 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഇന്നത്തെ അവസ്ഥയിലേക്കാണ് നമ്മൾ ഇനി ഒന്ന് കണ്ണോടിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളീ കാണുന്നത് ഇത് ഒരു കായലാണ് എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഞാൻ പറഞ്ഞാൽ മാത്രമേ ഇത് കായലാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് കായലാണ് എന്ന് പറയുന്നത്. ഈ കായൽ ഒരു പ്രകൃതി മനോഹരമായൊരു കായലാക്കി ഇത് വികസിപ്പിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ കായലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറഞ്ഞ പോലെ പോള വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് ഈ കായലിനെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഈ കായലിൻ്റെ വലതുവശത്തേക്ക് അങ്ങ് ദൂരത്തേക്ക് നോക്കൂ. ഏതാണ്ടൊരു 1 കിലോമീറ്റർ നീളത്തിൽ പിന്നെ ഭിത്തി പണിതിരിക്കുന്നത് നമുക്ക് കാണാം. അതിനകത്ത് കുറേ പനകളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. ഇപ്പോഴത്തെ അതിനിപ്പുറത്ത് കുറേ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം. അതെല്ലാം തന്നെ ആക്കുളം കായലിൽ അവിടങ്ങളെല്ലാം തന്നെ ആക്കുളം കായലായിരുന്നു. നമ്മൾ ഓർക്കണം, കായലിലാണ് ഈ മതിൽ പണിതിരിക്കുന്നത്, ആ പന അവിടെ വളർത്തിയിരിക്കുന്നത്, ആ കവുങ്ങ് വളർത്തിയിരിക്കുന്നത്, ഇപ്പുറത്ത് ഈ കെട്ടിടം പണിതിരിക്കുന്നതെല്ലാം കായലായിരുന്നു.
ആ കായലിനകത്ത് പണിതിരിക്കുന്ന ഈ കെട്ടിടങ്ങളുടെ ഉടമ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കരാറുകാരനായിട്ടുള്ള കിളിമാനൂർ ചന്ദ്രബാബുവാണ്. കിളിമാനൂർ ചന്ദ്രബാബു എന്ന് പറഞ്ഞ ശതകോടീശ്വരനായിട്ടുള്ള കരാറുകാരൻ ഈ ആക്കുളം കായൽ കയ്യേറി അവിടെ ഈ കെട്ടിടങ്ങളെല്ലാം പണിതിരിക്കുകയാണ്. അത് അയാളുടെ ഒരു പോത്ത് ഫാമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പോത്ത് ഫാം. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം ആ കായലായിരുന്ന പ്രദേശത്തിന് കുറുകെ കുറേ അക്കേഷ്യ നട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ അക്കേഷ്യ നട്ടിരിക്കുന്നതെല്ലാം കായലിനുള്ളിൽ കൂടിയാണ് ആ അക്കേഷ്യ പൂർണ്ണമായിട്ട് നട്ടിരിക്കുന്നത്. ആ അക്കേഷ്യ നട്ടതിന് എൻ്റെ പുറകിലൊരു ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കിളിമാനൂർ ചന്ദ്രബാബു അവിടെ നടത്തുന്ന ആ അനധികൃത കെട്ടിടങ്ങളുടെ മുൻഭാഗത്ത് ഒരു വലിയൊരു തടാകം പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കായലിന് നടുക്കൂടെ ആ അക്കേഷ്യയെല്ലാം അവിടെ നട്ടിരിക്കുന്നത്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കിളിമാനൂർ ചന്ദ്രബാബു കയ്യേറിയ ആ പ്രദേശം വലിയ ഫ്ലാറ്റുകളായി മാറുകയും ആ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടേജ് വലിയൊരു തടാകമായി മാറുകയും ചെയ്യും. അതിലൂടെ ഈ കരാറുകാരൻ എത്ര ശതകോടികൾ ഉണ്ടാക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ സ്ഥലം മുഴുവൻ, ആ കയ്യേറി ആ പോത്ത് ഫാം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം, ഇപ്പുറത്തെ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം, ഇതെല്ലാം തന്നെ പൊതു ഇടങ്ങളായിരുന്നു. ഇതെല്ലാം തന്നെ കായലായിരുന്നു, കായൽ. ഇത് നടക്കാൻ തുടങ്ങിയിട്ട് 10-20 വർഷമെങ്കിലും ആയെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാർ ഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കായൽ അതിഭീകരമായി കയ്യേറി നമ്മൾ പോയത്. ഇനിയിപ്പോൾ ഈ കായലിൻ്റെ ആ സൈഡിൽ നോക്കൂ, അവിടെ എല്ലാം വലിയ കെട്ടിടങ്ങളാണ് വന്നിരിക്കുന്നത്. ആ കെട്ടിടങ്ങളെല്ലാം തന്നെ ഈ കായലിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഏതാണ്ട് 200 ഏക്കർ ഉണ്ടായിരുന്ന ഈ കായൽ ഇന്ന് ഏതാണ്ടൊരു 50 ഏക്കർ മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ മനസ്സിലാകുന്നത്. ഇതെല്ലാ ഭാഗത്തു നിന്നും ഈ കായൽ മുഴുവൻ കയ്യേറി ഇനി ഒരു 5 വർഷം കൂടെ പിണറായി സർക്കാർ ഈ കേരളത്തിൽ ഭരിച്ചാൽ ഈ കായൽ മുഴുവൻ പൂർണ്ണമായി അപ്രത്യക്ഷമാവുകയും ഇവിടെയൊക്കെ വലിയ വില്ലകളും ഫ്ലാറ്റുകളുമൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു നിലയെത്തും. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഇപ്പോൾ കാണുന്നതെല്ലാം കായലാണ്. യഥാർത്ഥത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സുഹൃത്ത് ശ്രീമാൻ ഈ കുഞ്ഞികൃഷ്ണനും കൂടെ ഇവിടെ വന്ന് ഒരു വള്ളം വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഈ കായലിൽ കൂടെയൊക്കെ നടന്ന് അപൂർവങ്ങളായിട്ടുള്ള പല പക്ഷി ഇനങ്ങളെയും ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഇത്. ആ പ്രദേശത്തിൻ്റെ ഇന്നത്തെ കിടപ്പ് നിങ്ങൾ നോക്കൂ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ, ടൂറിസം മേഖല മരുമകൻ പറുദീസയാക്കി എന്നാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഈ അമ്മായിയപ്പനും മരുമകനും കൂടി നമ്മളോട് പറയുന്നത് കേരളത്തെ ടൂറിസ്റ്റുകളുടെ പറുദീസയാക്കി കേരളത്തെ മാറ്റി കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്നാണ്. അതിൽ തന്നെ 5 വർഷം കൊണ്ട് മരുമകൻ ഇരുന്നപ്പം കൂടുതൽ പറുദീസയാക്കി. ഈ പറുദീസയാക്കിയതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഈ അമ്മായിയത്തിനും മരുമകനും കൂടി ഇരുന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണസിരാകേന്ദ്രമായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രത്തിൻ്റെ പരമദയനീയമായിട്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ അവസ്ഥയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഈ ഇലക്ഷന് 7 ദിവസം മുമ്പ് അവതരിപ്പിക്കുന്നത്. ഈ പാവപ്പെട്ട അന്തം കമ്മികളൊക്കെ ഈ വലിയ പരസ്യ ബോർഡൊക്കെ കണ്ടിട്ട് കേരളത്തിനെ ടൂറിസ്റ്റുകളുടെ പറുദീസയാക്കി എന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ ടൂറിസം മേഖലയുടെ ഒരു കിടപ്പ്, അതിൻ്റെ ഒരു പരിച്ഛേദം അതെന്താണ് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കേരളം ടൂറിസത്തിൻ്റെ മേഖലയിലൊരു പറുദീസയാണ് എന്നുള്ളത് കഴിഞ്ഞ 10-25 വർഷമായി കേരളത്തിലെ പല ടൂറിസം കേന്ദ്രങ്ങളും ആഗോളതലത്തിൽ തന്നെയൊക്കെ വലിയ തോതിൽ പ്രശസ്തമായിട്ടുണ്ട്. അത് കഴിഞ്ഞ 10-25-30 വർഷമായി അങ്ങനെ ഉള്ളതാണ്. അപ്പോൾ അവസാനമായി എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ ആക്കുളം കായലും ഈ ടൂറിസ്റ്റ് കേന്ദ്രവും എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയനും മരുമകനും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ്? അവരതിന് മറുപടി പറയണ്ടേ? ഈ കായൽ 200 ഏക്കർ ഉണ്ടായിരുന്ന 50 ഏക്കറായി എങ്ങനെ ചുരുങ്ങി? ഈ കായലിൽ തന്നെ 100-100 ചില്ലാനം കോടി രൂപ കൊണ്ടൊന്ന് കമഴ്ത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഈ തൊട്ടപ്പുറത്തുള്ള വലിയ പഞ്ചനക്ഷത്ര ആശുപത്രികൾ അവരുടെ എല്ലാം മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് ഈ കായലിൻ്റെ അടിഭാഗത്താണ് എന്നുള്ള വിവരവും എൻ്റെ കയ്യിലുണ്ട്. അവരുടെ പേര് വിവരങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതൊരു ഘട്ടം വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാം. എന്തായാലും ഇതാണ് കേരളത്തിലെ, ഇങ്ങനെയാണ്
ഈ പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും കൂടെ ചേർന്ന് കേരളത്തിലെ ടൂറിസം മേഖലയെ പറുദീസയാക്കിയിരിക്കുന്നത് എന്ന് മാത്രം കേരളത്തിലെ ജനങ്ങൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുക.